ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ഒരു സ്ത്രീ അപകടം നടത്തുന്നിടത്ത് രക്ഷപ്പെട്ട ഒരു ഹിന്ദു സ്ത്രീ, ഒരു പാവപ്പെട്ട ഒരു ഹിന്ദു സ്ത്രീയുടെ ഒരു സോഷ്യൽ മീഡിയ അല്പ ക്ലിപ്പ് ഒരാൾ രാത്രി കഴിച്ചു. അപ്പോൾ ഈ സ്ത്രീ പറയാണ്, ഒരു ഹിന്ദു സ്ത്രീ, ഒരു പാവം വൃദ്ധ സ്ത്രീ, ശരിയായിരിക്കും ആ പറഞ്ഞത്, ശരിയായിരിക്കും. അവർ ഒരു മലയിലേക്ക് പാഞ്ഞു കയറി. ഈ അപകടം നടക്കുമ്പോൾ എവിടെ മനസ്സിലായില്ല, ചൂരൽ മലയിൽ അപകടം നടക്കുമ്പോൾ തൊട്ടടുത്ത മലയിലേക്ക് പാഞ്ഞു കയറി നേരെ ചെന്ന് പെട്ടെന്ന് കാട്ടാന കൊമ്പൻ്റെ മുന്നിലാണ്. ഈ സ്ത്രീ ഏഷ്യാനെറ്റിനോടോ മറ്റോ പറയാണ്, ഞങ്ങൾ കാട്ടാനയോട് പറഞ്ഞു, ഞങ്ങൾ അത്രയും വലിയ അപകടത്തിൽ നിന്ന് പാഞ്ഞു പോരുകയാണ്, ഞങ്ങളൊന്നും ചെയ്യരുത് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ആന നിന്ന് കരഞ്ഞു, ഞങ്ങളൊന്നും ചെയ്തില്ല, ഞങ്ങളെ രക്ഷപ്പെടുത്തി. ഇതെന്താ? ഇതിപ്പോൾ എൻ്റെ അർത്ഥം എന്താ? ഇതൊരു കുടുങ്ങിയ നേരത്ത് പറഞ്ഞാൽ ആരും മനസ്സിലാക്കുക. ഇത് ഏഷ്യാനെറ്റാണ് പബ്ലിഷ് ചെയ്ത്. എന്നാൽ ഇതൊരു മൂല്യര് പറഞ്ഞാണെങ്കിലോ, അപ്പോൾ കുടുങ്ങിയ നേരത്തെ മനസ്സിലാക്കാൻ ആനക്ക് കഴിയെങ്കിൽ തൊടാൻ പറ്റാത്തൊരു നേരത്താണ് എന്ന്, ഇവരങ്ങോട്ട് തൊടാൻ പറ്റാത്തൊരു നേരത്താണ് എന്ന് ആനക്ക് മനസ്സിലാവുമെങ്കിൽ ഇത് തൊടാൻ പറ്റാത്ത വ്യക്തിയാണെന്ന് വേറൊരാളെയും ആനക്ക് മനസ്സിലാകാലോ. ഒരാന CM നടന്നു പോയപ്പോൾ ആന മാറിന്നു എന്ന് പറഞ്ഞാൽ ഈ ട്രോള് ചെയ്യാമെന്നാൽ ഒരു ട്രോളോ അല്ലേ ട്രോളോ അല്ലേ, ഉണ്ടോ അല്ലേ ഉണ്ടോ അല്ലേ? ഇതിനാണ് ഹെൽനൈസേഷൻ എന്ന് പറയാം, അഗ്നോസിസം. ഈ അഗ്നോസിസത്തെക്കാൾ വലിയ ആപത്തില്ല. അഗ്നോസിസമാണ് ഖുർആനിലെ അവസാനത്തെ സൂറത്ത്. ഇന്ന് സൊസൈറ്റിയിൽ കൂടിയത് ഏത്തിസ്റ്റ് അല്ല, അഗ്നോസിസ്റ്റ്. അഗ്നോസിസ്റ്റിന് എവിടെയും കയറി വരാം. എന്താ പറയുക, ദൈവം ഇല്ല എന്നാണോ അഭിപ്രായം? ദൈവം ഇല്ല എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല, പക്ഷെ ദൈവം ഉണ്ടെന്ന് ഉറപ്പില്ല. അപ്പം എല്ലാവരും എന്ത് വിചാരിച്ചു? അയാൾ കുഴപ്പമില്ല, ഇയാളാണ് ഏറ്റവും കുഴപ്പം. ഇയാളെയാണ് ഖുർആൻ അവസാനം പറഞ്ഞത്, ഖുൽ അഊദു ബി റബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്. അതിൻ്റെ അർത്ഥം എന്താ? ഉണ്ടോന്നും അറിയില്ല, ദൈവം ഉണ്ടോന്നും അറിയില്ല, അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്. ഇതാണ് ഖുർആനിലെ അഗ്നോസിസത്തെയാണ് ഖുർആൻ എതിർത്ത് അവസാന കാലത്ത് ഇവരാണ് അധികരിക്കുക. എന്താ മനസ്സിലാക്കാത്ത? അന്നത്തെ അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസിന് 100 കൊല്ലം മുമ്പത്തെ അർത്ഥപ്പ വെച്ച മദ്യം ഞങ്ങളോട് കാല് പിടിച്ച് ചോദിക്കുക. അതേ അടിത്തറയിൽ നിന്നിട്ട് ഇന്നത് എവിടെയാണെന്ന് ചിന്തിക്കണ്ടേ? മനസ്സിലാവുണ്ട് പറഞ്ഞത്? അസില തന്നെ, പക്ഷെ കാലോചിതമായി അതിനെ ഇന്നത്തെ കാലത്ത് ചേർത്ത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഈ അഗ്നോസിസ്റ്റിനെ നമ്മൾ നേരെ ഇങ്ങോട്ട് അഡാപ്റ്റ് ചെയ്യും. അവർ നമ്മളെ തീയും തകർക്കും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അപ്പോൾ പേടിക്കൊന്നും വേണ്ട, പ്രശ്നക്കാരുണ്ടായിക്കൊണ്ടേയിരിക്കും. അതിന് ഒരു വിഭാഗത്തിന് പ്രശ്നം അസൂയാണ്, അതിന് മരുന്നില്ല. ഇപ്പം എൻ്റെ തലേന്ന് കുറച്ച് സാധനം എടുത്ത് വലിച്ചെറിയാൻ എനിക്ക് കഴിയില്ലല്ലോ, ഞാൻ നിരപരാധിയ പാവ. ഒരു കൂട്ടക്കാർക്ക് ഇവൻ നമുക്കെതിരെ ചെയ്യോ, അത് ഇതിൻ്റെ പിന്നിലൊക്കെ പ്രവർത്തിക്കുന്നത് ആ കൂട്ടരാണ്. ഹെൽനൈസേഷൻ. അതിന് പേടിക്കൊന്നും വേണ്ട, ഫിത്ന ഫസാദിനൊന്നും പേടിക്കണ്ട. നിങ്ങളെപ്പോലത്തെ ദുആ ചെയ്താൽ മതി. ഫിത്ന ഫസാദിന് ഇതിനുണ്ടാവില്ല എന്നല്ല, എന്തിനുണ്ടാവും. ഏപ്പ് കൊള്ളുമ്പോഴേ ഉള്ളൂ, അത്രേ ഉള്ളൂ. നിങ്ങൾ പൊന്തനെ അടിച്ചാൽ പാമ്പ് മടങ്ങി വരുന്നോളന്നില്ല. മൂർഖെന്ന് പറഞ്ഞാൽ വലിയ പകയുള്ള സാധനം. മൂർഖൻ തല്ല് കൊണ്ടുപോയതാണെങ്കിൽ തല്ല് കിട്ടിയ കൊടുത്ത അടിച്ചു കൊല്ലണം. ഇത് പെട്ടെന്ന് അങ്ങനെ അടിച്ചു കൊല്ലാൻ കഴിയില്ല. എന്തുകൊണ്ട്? ഈ സംഗതി ഖിയാമത്ത് ബാക്കിയുണ്ടാവും. ഇതിവിടെ തീരൂല. ഏത് തിരിഞ്ഞിട്ടില്ല, എതിരാളി തീരൂല, നല്ല മനുഷ്യൻ മരിച്ചു തീരും. ലാ തഖൂമു സാ ഇല്ലാ അലാ ശിറാറിൻ നാസി. ഏറ്റവും മോശപ്പെട്ടവരുടെ മേലല്ലാതെ ഖിയാമത്ത് നാൾ ഉണ്ടാവില്ല. അപ്പൊ ആരാണ് അവർ? മോശപ്പെട്ടതിനെ ഇങ്ങനെ കയറ്റിയ ആളുകൾ. ഇന്നെല്ലാം അതാണ്. നുണ മാത്രം പഠിക്കുക, അതിന് നികുതി പണം ചെലവാക്കുക.